ഹലോ മൈ ബ്യൂട്ടീസ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നിക്കി ടിപ്സ് ആൻഡ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ലെയർ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ സലൂണിലൊക്കെ പോയി ലെയർ കട്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. കാരണം ആദ്യം അവർ നമ്മളുടെ ഹെയറിൻ്റെ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാറാണ് പതിവ്. നമുക്ക് ആ ഉള്ള മുടി തന്നെ അതിൻ്റെ ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മാത്രം കട്ട് ചെയ്ത് മാറ്റി ലെവലാക്കിയിട്ട് അവിടെ നിന്ന് എങ്ങനെ ലെയർ കട്ട് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയർ കാണിച്ചു തരാം. എൻ്റെ ഹെയറിൻ്റെ അറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരേ ലെവലിലായിട്ടല്ല കിടക്കുന്നത്. ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുമ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. നിങ്ങളുടെ ഹെയറിൻ്റെ അറ്റം നല്ല ലെവലായിട്ട് കിടക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യണം. കോംബ് ചെയ്തിട്ട് ജടയും കെട്ടൊക്കെ മാറ്റണം. അതിനുശേഷം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കോംബ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹെയർ കെട്ടിവെക്കുന്ന ഹെയർ ബാൻഡില്ലേ, അത് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് കെട്ടിവെക്കാം. ഹെയറിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ കോംബ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് കെട്ടിവെക്കാം. എന്നാൽ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരേ ലെവലായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയറിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ലെവൽ ചെയ്യാണ്. നിങ്ങളുടെ ഹെയർ ഓൾറെഡി നല്ലൊരു ലെവലിലാണ് കിടക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ഹെയറിൻ്റെ അറ്റം നല്ലപോലെ ലെവലാക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ കട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ താഴ്ത്തുനിന്നാണ് ഞാൻ ലെയർ കട്ട് ലെയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കത്രിക എടുത്തിട്ട് ക്രോസ് ആയിട്ട് വെട്ടാന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഹെയറിൻ്റെ ഏറ്റവും താഴത്തെ, അതായത് ഫസ്റ്റ് ലെയർ ശരിയായിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ടറ്റത്തും ഹെയറിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. സെൻറ്ററിലേക്ക് വരും തോറും ഹെയറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. അപ്പോൾ ലെയറിൻ്റെ എണ്ണം നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് കൂട്ടിയെടുക്കാം. ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരു 2 ലെയർ വെച്ചിട്ട് നമുക്ക് നിർത്താം. കൂടുതലുള്ള ഹെയർ ആണ്, അതായത് തിക്നെസ് കൂടുതലുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കൂടി ലെയർ ചെയ്തിടാം. അപ്പോൾ ഞാൻ ഓരോ ലെയേഴ്സായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചെവിയുടെ കറക്റ്റ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് പാർട്ടീഷൻ ചെയ്യുക. താഴത്തെ സെക്ഷൻ അതുപോലെ തന്നെ അവിടെ ഇടുക. അതിനുശേഷം മേലത്തെ സെക്ഷൻ ഫ്രണ്ടിലേക്ക് കോംബ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹെയർ ബാൻഡ് ഇട്ടിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടുക. അതിനുശേഷം നന്നായിട്ട് കോംബ് ചെയ്തിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്യാം.
ഇനി ഞാൻ തേർഡ് ലെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ 2 ചെവിയും പോയിന്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ട് മേലത്തെ സെക്ഷൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യാം. അങ്ങനെ നമ്മളുടെ തേർഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഹെയർ തിന്നാണെങ്കിൽ ഈ സ്റ്റെപ്പോട് കൂടി സ്റ്റോപ്പ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഫ്രണ്ടിലും നല്ല ഭംഗിയിലെ ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഫ്രണ്ടിലും ലെയർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്ന്. ഫ്രണ്ട് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ 2 പുരുകത്തിൻ്റെയും അറ്റം പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഫ്രണ്ടിൽ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കുക. കോംബ് ചെയ്തതിന് ശേഷം കത്രിക ഉപയോഗിച്ചിട്ട് ക്രോസ് ആയിട്ട് വെട്ടാം. ഇപ്പോൾ എന്തായാലും ഹെയർ ബാൻഡ് കൊണ്ട് കെട്ടിവെക്കാണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹെയർ ബാൻഡ് കൊണ്ട് കെട്ടിവെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ലെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മിക്കവരും ഒരു പ്രശ്നമാണ് മുടിയുടെ അറ്റം ഇങ്ങനെ വി ഷേപ്പിൽ കിടക്കുന്നു, മുടിയുടെ അറ്റം തീരെ ഉള്ളില്ലാത്ത പോലെ കിടക്കുക. അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളുടെ ഹെയർ ബാക്ക് സൈഡിൽ സെൻറ്റർ പാർട്ടീഷൻ ചെയ്യുക. അതിനുശേഷം ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കുക. അപ്പോൾ തുമ്പ് ഭാഗം ഇങ്ങനെ യു ഷേപ്പിലായിട്ട് കിടക്കും. വി ഷേപ്പിൽ കിടക്കുമ്പോൾ ഇത്തിരി തിക്നെസ് കുറഞ്ഞ പോലെ തോന്നും, യുവിലാവുമ്പോൾ കുറച്ച് തിക്നെസ് ഉള്ള പോലെ തോന്നും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളവർ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ മുടി കട്ട് ചെയ്തതിന് ശേഷം മുടിയുടെ അറ്റം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരേ ലെവലിൽ കിടക്കുന്നുണ്ട്. ഇനി ഇത് ബാക്ക് സൈഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തുമ്പ് ഭാഗം നല്ല യു ഷേപ്പിലായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ലെയർ കട്ടൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ നന്നായിട്ട് സെറ്റ് ചെയ്തിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിലും അവർ ലാസ്റ്റ് ഹെയർ നല്ല ഭംഗിയിൽ കിടക്കാനായിട്ട് ബ്ലോ ഡ്രയർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നില്ല, ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആ വീഡിയോൻ്റെ ലിങ്ക് അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ മുടി നല്ല സ്ട്രെയിറ്റ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലോ ഡ്രയർ വെച്ചിട്ട് തുമ്പ് ഭാഗം ഇങ്ങനെ കേൾ ചെയ്തിട്ടാലും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് കേൾസ് ഒന്നും കിട്ടില്ല. നിങ്ങളുടെ ഹെയർ ഒരു വേവി ടൈപ്പ് ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ലെയേഴ്സിൻ്റെ അറ്റം നല്ല കേളായിട്ട് കിട്ടും, നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ആ കേൾസ് ഒന്ന് നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മളുടെ 3ാമത്തെ ലെയറും 4ാമത്തെ ലെയറാണ്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും എത്രത്തോളം നല്ല ഭംഗിയിൽ ഇത് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനി ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക്
അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ലെയേഴ്സായിട്ട് ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സലൂണിൽ പോവാതെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മുടിയുടെ ലെങ്ത് അധികം കുറയാണ്ട് തന്നെ വീട്ടിൽ ലെയർ കട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.